സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ വന്നിട്ട് ഇത്രയും ടേസ്റ്റ് ഉള്ള ചിക്കൻ്റെ ഞാൻ ഇത് ആദ്യമായിട്ട് മലയാളം തെറിയാത് കുറച്ച് മലയാളം, കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് തമിഴ്, കുറച്ച് ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ കുഞ്ഞു. എല്ലാവർക്കും സ്വാഗതം പറ. കണ്ണെഴുതിട്ടാണ്ടോ കുഞ്ഞിപ്പെണ്ണിന് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് അപ്പൊ സുന്ദരിയാക്കി നടത്തണം. കണ്ട അവളെ കാണട്ടെ, അവളെ കാണാനാണ് കുറെ കൂട്ടുകാർ ചോദിക്കുന്നത്. കണ്ട സ്കൈ ബേബി അപ്പയും ഒരേപോലത്തെ ഉടുപ്പിട്ടിട്ട് എൻ്റെ മാത്രം ഉടുപ്പ് ഇവർ മാറ്റിക്കളഞ്ഞു കൂട്ടുകാരെ. സാധാരണ അമ്മയും മോളും ഒക്കെ അല്ലേ ഒരുപോലത്തെ ഉടുപ്പിടും, ഇത് നേരെ തിരിച്ചാ. അവരപ്പയും മോളും അപ്പ ഒരുക്കി അവർ പ്ലാൻ പണി. കുഞ്ഞ് നമ്മുടെ ടയർ ഉണ്ടല്ലോ, നോക്ക് ടയർ മാറ്റാനായി. നോക്കടാ, ടയർ മാറണം മോളെ. ടയർ മാറിയില്ലേ പണി കിട്ടും. കിടത്തട്ടെ ഓടിപ്പോവാ. നമുക്ക് ടാറ്റ പോവാല്ലേ, നമുക്ക് ചാടി ചാടി വരും. ചാടി പോവാല്ലേ നമുക്ക്. കുഞ്ഞിപ്പെണ്ണ് ഡൂഡ് പറയുന്നതാണ്, കുഞ്ഞിപ്പെണ്ണ് ചാടി ചാടി വരും. അവൾ ഉറങ്ങിയില്ലല്ലോ, ഉറങ്ങുമ്പോ ഞാൻ കിടത്തിക്കോളാം. ഇവിടെ കറക്റ്റായി തന്നെ കിടക്കട്ടെ, തന്നെ കടന്ന് പഠിക്കണം ചെറുപ്പത്തില്. നിക്കൊന്ന് ഞാൻ ഇരിക്കട്ടെ ആദ്യം. എന്താ തിരക്കാന്നുണ്ടോ? എടി നീ അത് പെട്ടെന്ന് വെക്ക്. പെട്ടെന്ന് അറിഞ്ഞിട്ട് നിന്റെ അമ്മയായി ഇതാക്കുന്ന കേട്ടോ. എന്ത് എന്താ കാണുന്ന കാണിക്കുന്നൊന്നും ഇതാക്കി വെക്കോ. അമ്മയ്ക്ക് ചുറ്റാരി കാറ്റാ നമുക്ക്. എന്നിട്ട് ചൂട് അവിടെ ഇരുന്നിട്ട്. അയ്യോ ഇതെന്താ മതിക്ക് മേലേക്ക് വയ്ക്ക്. സീറ്റും പിടിച്ച് പൊക്ക് മേലേക്ക്. സീറ്റും പിടിച്ച് പൊക്ക്. പൊന്നിച്ചേ, ഞാൻ എന്താ പണ്ടത്തെ ജിംനാസ്റ്റിയാ. നീ ചിരിച്ച് കാണിക്കൊന്നും വേണ്ട, പുറകെ കൊതികുത്തിരിക്കുന്നതല്ലേ. അവള് പുറകെ കൊതികുത്തിരിക്കുന്ന കേട്ടോ, വെറുതെ കൊതികുത്തിരിക്കുന്നയാ. കേട്ടോ, ഒരു കാര്യമില്ലാതെ നോക്കി വണ്ടി ഓടിച്ചേ. നോക്കി പേടിപ്പിക്കുന്നതിനാ. അല്ലേ ചേ, ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ സംഭവം എന്തിനാ പേടിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ കൂട്ടുകാരെ. പിന്നീട് നീ പറഞ്ഞ നോക്കി പേടിക്കണമെങ്കിൽ പിന്നെ തനിക്കെന്താ രണ്ട് ഉണ്ടക്കണ്ണില്ല, അത് കാണുമ്പോഴത്തേക്ക് നീ പേടിക്കണം. പേടിക്കേ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഇന്നലെ ഇന്നലെ Q&A സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താ നിങ്ങൾ ചോദിച്ച ചോദ്യം. എന്നെ അമ്മയില് ക്വസ്റ്റ്യൻ ഇതാണ്, UK ജോബിന്റെ സ്കോപ്പ്. പൊട്ടനെ ചട്ടൻ ചോദിച്ച ചട്ടനെ ദൈവം ചോദിക്കുന്ന. നീ എന്റെ ഒരു വാക്ക് തെറ്റിയപ്പോ നീ ചിരിച്ചില്ലേ? UK ജോബിന്റെ സ്കോപ്പാ. UK ജോലി ഉള്ളവർക്ക് നല്ല സ്കോപ്പ് ഉണ്ട്, ജോലി ഇല്ലാത്തവർക്ക് സ്കോപ്പ് ഒന്നും ഇല്ല. ഇവിടെ നേഴ്സുമാർക്കൊക്കെ നല്ല സ്കോപ്പാ അല്ലേ? പിന്നെ ഇവിടെ നേഴ്സുമാരില്ലാന്ന് തോന്നുന്നു. നേഴ്സുമാര് കുറവാണ്. നാട്ടിലുള്ള നേഴ്സുമാർക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാനൊക്കെ എളുപ്പമാണ്. വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ആട്ടോ മെയിൻ ആയിട്ട് നേഴ്സുമാര് ഇവിടെ വർക്ക് ചെയ്യുന്നത് UK. ഇവിടെ നേഴ്സുമാര് കുറവാണ്. ഇവിടെ ഡോക്ടർമാരെക്കാട്ടിലും കൂടുതൽ പവർ ഇവിടെ നേഴ്സുമാർക്കാന്ന് തോന്നുന്നല്ലേ? ഡോക്ടർമാരെക്കാളും കൂടുതൽ പവർ അല്ല, ഡോക്ടർമാരെക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് നേഴ്സുമാരാണ്. പമ്പ് അപ്പൊ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡന്റ് വിസയാണ്. സ്റ്റുഡന്റ് വിസ എടുത്തിട്ട് വരുന്നവര് നേഴ്സിന്റെ ജോബ് വിസയിൽ വരുന്ന ആൾക്കാര്, ഇവരോടൊക്കെ എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ എനിക്ക് അറിയുന്ന കാര്യമല്ല കൂട്ടുകാരോട് പറയണ്ടേ. അപ്പൊ സ്റ്റുഡന്റ് വിസ വരുന്നവർക്ക് പാർട്ട് ടൈം ആയിട്ടാണ് ജോബ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 hours ആണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിവിടെ കർശനാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ കെയർ ഹോംസ് ഒക്കെ ഉണ്ടല്ലോ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ വെയർ ഹൗസ് അല്ലേ, വെയർ ഹൗസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വെയർ ഹൗസിലെ സാധ്യതകൾ എത്ര വെച്ചാൽ അത് ചില സമയത്ത് മാത്രമല്ലേ ഓപ്പൺ ആവുള്ളൂ. വെയർ ഹൗസിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ, അതായത് നമ്മുടെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇവിടുത്തെ വിന്റർ സീസൺ ഇല്ലേ, ആ ഒരു ടൈമിലാണ് ഇവിടെ വെയർ ഹൗസിലുള്ള ആൾക്കാർക്ക് വെയർ ഹൗസിൽ ജോലി സാധ്യത ഉണ്ടാവുള്ളൂ. കാരണം ഇവിടുത്തെ ഇംഗ്ലീഷുകാർ മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന വെയർ ഹൗസുകളിലാണ്. അവർ വിന്റർ സീസൺ ആകുമ്പോൾ
തണുപ്പായിട്ട് മടിയായിട്ട് വീട്ടിൽ ഇരിക്കും. അപ്പോ അവര് വർക്കിന് പോകത്തില്ല. ആ സമയത്താണ് നമുക്ക് വാക്കൻസീസ്, പുതിയ പുതിയ വാക്കൻസീസ് വരുള്ളൂ. അങ്ങനെയാണ് വെയർ ഹൗസ്. പക്ഷെ സ്റ്റുഡന്റ് വിസയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് 20 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആഴ്ചയില് 20 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെയർ ഹൗസിൽ ഇങ്ങോട്ട് കേട്ടെ. ഇവിടെ പമ്പ് കണ്ടോ? ഇവിടെ നമ്മൾ തന്നെ എണ്ണ അടിക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ പമ്പില് എണ്ണ അടിച്ച ആളൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അടിച്ചിട്ട് നമ്മൾ തന്നെ പൈസ കൊടുക്കണം. അല്ലാണ്ട് വേറെ ആരും നമുക്ക് വേണ്ടി പൈസ കൊടുക്കാൻ ഉണ്ടാവില്ല കൂട്ടുകാരെ. കോമഡി ആണല്ലോ. ഇവൻ എന്നെ ഇന്ന് ചൊറിഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എന്റെ മോനെ, നീ എന്താ വാങ്ങിക്കുന്നേ? എനിക്കൊരു നിനക്കല്ല, ചൊറിഞ്ഞ് എന്താ വാങ്ങിക്കുന്നേന്ന്? അല്ല, ഞാൻ വിചാരിച്ചു എന്നോട് എന്താ മേടിക്കുന്നത്. ഡയലോഗ് കേട്ട ഭയങ്കര വലിയ കില്ലാടിയാന്ന് തോന്നുന്നു. അപ്പൊ അതേ ആ മെഷീനിൽ കാണാം നമുക്ക് എത്ര പൗണ്ടിന് അടിച്ചു. അപ്പൊ ഇതാ സംഭവം പെട്രോളൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. നമ്മള് മോട്ടോർവേയിലേക്ക് കയറി. സംഭവം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച വണ്ടി ഓടുന്ന എന്റെ മോനെ. ചുമ്മാ പറഞ്ഞല്ലോ, ശരിയാണല്ലോ. നമ്മുടെ തമിഴ്നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ ഫാമിലിയാണിത്. ஹாய் வியூவர்ஸ், பாருங்க நான் மேக்கப் இல்லாம எடுக்கறாங்க, வீடியோ எடுக்கறாங்க. അതായത് നമ്മുടെ പ്രവീൺ ബ്രോ, നമ്മുടെ യുകെയിലെ പ്രവീൺ ബ്രോ ആണ്. ആശാൻ ഇവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ പുള്ളി നമുക്ക് എന്താണ് നല്ല പൊറോട്ടയും ചിക്കൻ ടിക്ക കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സൂപ്പറാ ഇരിക്കേ, ரொம்ப സൂപ്പർ. ഞാൻ തമിഴ് ഇവിടെ വന്നിട്ട് ഇവരോട് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. സ്കൈ ബേബി ഇവിടെ നല്ല ഉറക്കാട്ടോ. അപ്പൊ ഞങ്ങള് നേരത്തെ പുറത്തേക്ക് വന്നപ്പോ ഞങ്ങള് ഇവിടെ നമ്മുടെ പ്രവീൺ ബ്രോന്റെ അടുത്ത് വന്നതാണ് കാണാൻ വേണ്ടിട്ട്. അപ്പൊ പ്രവീൺ ബ്രോ ഞങ്ങൾക്ക് പൊരിഞ്ഞ കുക്കിംഗ് പൊരിഞ്ഞ കുക്കിംഗ് ആണ് ഇവിടെ. വേണ്ട കേട്ടോ, സ്പെഷ്യൽ പൊറോട്ടയും ചിക്കൻ ടിക്ക കറിയും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇത്രയും ടേസ്റ്റ് ഉള്ള ചിക്കൻ്റെ ഞാൻ ഇത് ആദ്യമായിട്ട് ചിക്കൻ ടിക്ക കണ്ടാ. ചിക്കൻ ടിക്ക കണ്ടാ പ്രവീൺ ബ്രോ ചിക്കൻ ടിക്ക ഉണ്ടാക്കി കണ്ടോ? അടിപൊളി. പ്രവീൺ ബ്രോയ്ക്ക് മലയാളം തെറിയാത്, ബട്ട് വി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. കൊഞ്ചം മലയാളം അറിയും. എനിക്കാണ് തമിഴ് അങ്ങനെ അധികം അറിയാത്തതുകൊണ്ട് എനിക്ക് തമിഴ് അങ്ങനെ അധികം അറിയാത്തതുകൊണ്ട് ഞാനും പ്രവീൺ ബ്രോ ഇംഗ്ലീഷാണ് സംസാരിക്കുക. ഇവരൊക്കെ തമിഴ് സംസാരിക്കും. തമിഴല്ല, ഇവർക്കൊക്കെ മലയാളം അറിയാം കേട്ടോ. മഞ്ജു ചേച്ചിക്ക് മലയാളം അറിയാം. കുറച്ച് മലയാളം കുറച്ച് മലയാളം, കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് തമിഴ്, കുറച്ച് ഇതെല്ലാം കൂടി ഞാനങ്ങ് കാച്ചു. അമ്പോ പൊന്നുവനങ്ങ് പൊറോട്ട ചിക്കൻ കിട്ടിയപ്പോഴേ ഭയങ്കര സന്തോഷായി. അപ്പൊ കൂട്ടുകാരെ, നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ ഇറങ്ങാണ്. രാത്രിയായി. ബേബി അവിടെ സുഖമായിട്ട് കേട്ടോ. സെറ്റിലാക്കണ്ട് കുഞ്ഞ്. നീ ബൈയല്ലേ? വാ കൂട്ടുകാരെ, നമ്മള് തിരിച്ചിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, കൊറേ നമുക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ ഇങ്ങനെ ചിക്കൻ ടിക്ക കറി പിന്നെ പൊറോട്ടയും കിട്ടിയിട്ടുണ്ടല്ലോ. പൊന്നുവിന് സന്തോഷം വന്നിട്ടുണ്ടല്ലോ. പറയാൻ എന്ത് സൂപ്പറാന്നറിയോ, അടിപൊളിയാണല്ലേ? അടിപൊളി. വീട്ടിൽ വന്ന് അപ്പൊ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ മാറ്റിക്കുവാണ്. സ്കൈ ബേബി, സ്കൈ കുറച്ച് ജാതിക്ക് കൊടുക്കാം. ഗ്യാസ് കയറാതെ നോക്കണ്ടേ നമുക്ക് അല്ലേ? കണ്ട ജാതിക്കന്റെ കണ്ടോ, നമ്മൾ പറഞ്ഞിരുന്നില്ലേ ജാതിക്ക് നമ്മൾ പൊടിച്ചിട്ട് ചുരണ്ടി എടുത്തിട്ട് ചെറിയ നൈസ് പൊടി പോലെ ആക്കിയിട്ട്. ഇത് കുഞ്ഞു കുഞ്ഞു പൊടികളാണ്. ഇതിനകത്ത് നമ്മള് പാല് മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കും കുഞ്ഞിന്. ചൊമ്പൊക്കെ കാശൊക്കെ പോകൂല്ലേ? അപ്പൊ ഇന്ന് കുഞ്ഞാ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പിയായി ഭയങ്കര ഹാപ്പി ആയിട്ടാ. എന്താ പറയുക, നമ്മളിവിടെ വന്നിട്ട് നമുക്ക് കിട്ടിയ കുറേ ബന്ധങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇച്ചയ്ക്ക് ശരിക്കും തമിഴ് പോലും അറിയത്തില്ല കേട്ടോ. ഇംഗ്ലീഷ് കൊണ്ടാണ് ഇച്ച പഠിച്ചിരിക്കുന്നത്. എനിക്ക് കൊഞ്ചം തമിഴ് പൊരിയും. അത് കാരണം ഞാൻ പൊരിച്ച് നിൽക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രവീൺ ബ്രോന്റെ കമ്പനിയിലായിരുന്നു കേട്ടോ. ഞാനും ആദ്യം.
അപ്പൊ കൂട്ടുകാരെ ഇന്ന് കണ്ടല്ലോ, നമ്മളങ്ങനെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ ബന്ധം പുതുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും കുറെ കൂട്ടുകാർ വേണമല്ലോ. കൂട്ടുകാർ വേണം, അങ്ങനെ നമ്മുടെ സൗഹൃദങ്ങൾ പുതുക്കി എല്ലാവരുടെയും സൗഹൃദങ്ങൾ പുതുക്കണം. പിന്നൊരു കാര്യമുണ്ട്, മെയിൻ കാര്യം. എന്താ? 20K സബ്സ്ക്രൈബേഴ്സ് ആയത് എനിക്ക് എന്താ പറയാനുള്ളത്? പിന്നെ 20,000 സബ്സ്ക്രൈബേഴ്സിനോട് നിനക്ക് എന്താ പറയാനുള്ളത്? പറ. എന്താ, ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം, എല്ലാവരുടെയും സപ്പോർട്ടും. എന്താ പറയുക, അവരോട് നന്ദി പറയണ്ടല്ലോ. നമ്മുടെ ഫാമിലി അല്ലേ, നമ്മുടെ ഫാമിലിയിലേക്ക് മെമ്പേഴ്സ് ഇങ്ങനെ കൂടി വരുമ്പോൾ എന്താ പറയുക, ഒത്തിരി 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 സന്തോഷവും. അല്ല കുഞ്ഞാ, താങ്ക് യു പറ. കൂട്ടുകാരെ എല്ലാവരും സ്കൈ ബേബിനെ ഇഷ്ടപ്പെടുന്നതിൽ സ്കൈ ബേബിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പഴയ അങ്ങോട്ട് ഒരു പൊന്നിനോടാണോ പറയുന്നേ? കൂട്ടുകാരെ വെച്ചേ. അല്ല കൂട്ടുകാരെ, ഞാൻ ഉറങ്ങാൻ പോവാണ്. ഞാൻ കളിക്കാൻ എണീറ്റതാണേ നാണോ. അപ്പൊ അത്രേ ഉള്ളു കൂട്ടുകാരെ. ഞങ്ങൾ എന്താ പറയാ, ഒത്തിരി ഹാപ്പിയാണ്. നമ്മള് ഹാപ്പിയായി ഇങ്ങനെ പോകുന്നുണ്ട്. ജോബിന്റെ കാര്യമൊക്കെ ശരിയാവുന്നുണ്ട്. അപ്പൊ എല്ലാം ശരിയാവും, അപ്പൊ എല്ലാം ശരിയാവും എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. ഞങ്ങൾ നാളെ, നീ പറത്, നീ അല്ലേ, നിന്റെ ഡയലോഗ് അല്ലത്. നാളെ കാണാം. ഓക്കെ പൊന്മണി, ടാറ്റാ കൂട്ടുകാരെ. ನಾನು ಸ್ಕೈ ಬೇಬಿ ಉಂಡೆ ನಾಳೆ ಕಾಣಾವೆ ಸ್ಕೈ ಬೇಬಿನೇ.